ഹായ്. അച്ചാർ വാങ്ങിക്കുന്നതിന് മുന്നേ ചില ആൾക്കാർ അച്ചാർ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട അച്ചാർ നോക്കിയിട്ടാണ് അവർ വാങ്ങിക്കറ്. അപ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നിട്ട് അവർക്ക് തന്നെ കൺഫ്യൂഷൻ ആകും ഇല്ലത്തെ ഏത് അച്ചാർ എടുക്കണം എന്നുള്ളത്. ചിലർക്ക് നമ്മൾ ക്യാമറ ഓൺ ആക്കി വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ തന്നെ ചിലർ പറയും അയ്യോ എന്നെ ഫേമസ് ആക്കല്ലേന്ന്. സ്കൂട്ടറിൻ്റെ ഡിക്കി ഇപ്പോൾ പച്ചക്കറി വണ്ടിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. നല്ലൊരു മാങ്ങ കണ്ടപ്പോൾ അത് ഡിക്കിയിൽ കയറ്റി. ഇനിയിപ്പോൾ ഈ ഡിക്കിയൊന്നും പോലെ ഒരു ഗുഡ്സ് തന്നെ ഇറക്കേണ്ടത് വരും. എൻ്റെ ഈ ചെറിയ ബിസിനസ്സിൽ ഞാനും ഇത്താത്തെ ഉമ്മയും മാത്രമേ ഉള്ളൂ. അതിൽ അച്ചാർ ഡെലിവറി ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഭാഗ്യം കൂളിംഗ് ഗ്ലാസ് ഇട്ടുകൊണ്ട് എന്നെ കണ്ടില്ല പുള്ളി. എന്നും പൈനാപ്പിൾ കൊണ്ട് അച്ചാറല്ലേ ഇടല്. ഈ പൈനാപ്പിൾ ചെറുതായി ഒന്ന് പഴുത്തുപോയി. അപ്പോൾ പിന്നെ പൈനാപ്പിൾ പായസം ഉണ്ടാക്കാന്നായിരുന്നു. ചെറിയൊരു മധുരമാവട്ടെ. ഉമ്മ ഇത്താത്തൊക്കെ ഹെൽപ്പ് ചെയ്യാമെങ്കിലും അച്ചാർ ഉണ്ടാക്കുന്ന മെയിൻ റോള് ഞാൻ തന്നെയാണ്. അത് അച്ചാർ ഉണ്ടാക്കാനും അത് പാക്ക് ചെയ്യേണ്ടിയിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും കാശ് കൊടുക്കാനും വാങ്ങാനും എല്ലാത്തിനും ഞാൻ തന്നെയാണ്. അച്ചാർ പാക്ക് ചെയ്യാറ് മിക്കവാറും രാത്രികളിലാണ്. എല്ലാവരും മുറിക്കുന്നതിന് ശേഷം മാത്രമാണ്. അച്ചാർ ചൂട് തണിയുകയും കൂടി ചെയ്യണമല്ലോ. നല്ല ഹൈജീനോട് കൂടിയിട്ട് തന്നെയാണ് പാക്ക് ചെയ്യുന്നത്. വീട്ടിലുണ്ടാക്കുന്ന അച്ചാറായതുകൊണ്ട് വൃത്തിക്കും ടേസ്റ്റിനും യാതൊരുവിധ കുറവും ഉണ്ടാവില്ല. പിന്നെ അച്ചാറിന് ഫുഡ് ആൻഡ് സേഫ്റ്റി രജിസ്ട്രേഷനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മാങ്ങ അച്ചാർ, ഈത്തപ്പഴ അച്ചാർ, പൈനാപ്പിൾ അച്ചാറാണ് ഞാനിപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ചാറിന് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ DM ചെയ്യുക. കൽബിലെ രുചി, കൽബിൽ ടച്ച് ചെയ്യുന്ന രുചി.